സ്തോത്രം 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 കർത്താവേ. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വന്തത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് തന്ന് കർത്താവേ, ഈ ആലയത്തിൽ അടിയങ്ങൾ വിരിപ്പാൻ തന്ന വിലയേറിയ കൃപയ്ക്കായി നന്ദിയേറിയ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. കർത്താവെ സ്തുതിക്കുന്നു അപ്പ. ഈ ആലയത്തിൻ്റെ പരിസരവും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, കാലാവസ്ഥയൊക്കെയും അനുകൂലമാക്കി പെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വന്നെത്തിയിരിക്കുന്ന ജനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ഉത്പാദത്തിൽ സ്വർഗം തന്നെ സിംഹാസനം കൂട്ടി തന്നെ പാദപീഠമാണല്ലോ. ആ പാദപീഠത്തിൽ ഇരുന്ന് ഞങ്ങൾക്ക് അങ്ങേ ആരാധിപ്പാനും കർത്താവെ അങ്ങയുടെ വചനം കേൾക്കുവാനും കർത്താവെ ഈ ഒരു അവസരം ഒരുക്കി തന്നോർന്ന് നന്ദിയുടെ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നപ്പോൾ സ്തുതിക്കുന്നു. ബലഹീനരും പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് അവകാശം പറയുവാനായിട്ട് ഒന്നുമില്ല. കർത്താവെ, അവിടുത്തെ കൃപയൊന്നു മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കർത്താവെ, പ്രശംസിപ്പാൻ അവിടുത്തെ ക്രൂശിലല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല. കർത്താവെ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, കാൽവറി ക്രൂശിൽ അടിയങ്ങൾക്ക് വേണ്ടി യാഗമായിരുന്നു. അവസാനങ്ങളിൽ രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്ന ആ രക്തത്താൽ അടിയങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് അവർക്ക് സ്തോത്രം ചെയ്യുന്നു. ആ രക്തത്താൽ അടിയങ്ങൾക്ക് തന്ന പാപമോചനത്തിനും ശാപമോചനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ രോഗം സൗഖ്യദായകമാണല്ലോ കർത്താവ്, ആ രക്തം സൗഖ്യദായകമാണല്ലോ കർത്താവെ. ആ രക്തത്താൽ അടിയങ്ങളെ ഒന്ന് കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം നടത്തി ഞങ്ങളെ ഓർക്ക് സ്തോത്രം ചെയ്യുന്നു. ആപത്തപകടങ്ങൾ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച്, ഒരുപാട് ദുഃഖങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ച് കർത്താവെ ഇത്രയും ദിവസമായി നടത്തുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങുമെന്ന് വചനം പറയുമ്പോൾ എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഈ ആലയത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം മുഴങ്ങുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കാൻ അവിടുന്ന് കൃപ തരുവാനാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വന്നെത്തിയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരുടെ ആവശ്യഭാരങ്ങളൊക്കെ കർത്താവ് അറിയിക്കുമല്ലോ. കർത്താവെ, ദൂരത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയ നിരൂപണങ്ങളെയൊക്കെയും അറിയുന്നവരായ കർത്താവെ, ദർശനത്തിലുള്ള മാർഗം ഞങ്ങളിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രാമധ്യേ ആയിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ യാത്രയൊക്കെ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. തക്ക സമയത്ത് യോഗത്തിന് വന്നിൽ എത്തിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സകലതോപ്പൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവെ, അവിടുന്ന് താഴ്മയായി അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. നാൽപ്പത്തി അഞ്ചാമത്തെ പാഠം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് അനിത്യമ വീട് വാനലോകത്തില്. നമ്മുടെ വീട് അനിത്യമ വീട് വാനലോകത്തില്. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വിശ്വാസനാട് നോക്കി വേഗമോടിടാം, വേഗമോടിടാം, വേഗമോടിടാം. വ്യാധിയുണ്ട്, കഷ്ടമുണ്ട് ഈ നാട്ടിൽ, മരണമുണ്ട്, ദുഃഖമുണ്ട് ഈ നാട്ടിൽ. രോഗമില്ല നാട്, രോഗിയില്ല വീട് വാനലോകത്തില്. രോഗമില്ല നാട്, രോഗിയില്ല വീട്
വാനലോകത്തില് വിശ്വാസനാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസനാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം എൻ്റെ പ്രിയൻ വന്നിടുമേ ദൂതരുമാ ദുരിതങ്ങൾ തീർത്തിടുവാൻ ജയധ്വനിയുമാ വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില് വന്നിടുമേ വേഗം എൻ്റെ ആത്മസ്നേഹിതൻ വാനലോകത്തില് വിശ്വാസനാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം വിശ്വാസനാടെ നോക്കി വേഗമോടിടാം വേഗമോടിടാം നാം വേഗമോടിടാം. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നഭയം എന്നും രക്ഷാസങ്കേതം എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നഭയം എന്നും രക്ഷാസങ്കേതം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത് എങ്ങനെ ഇന്ന് ഇനി നാളെ എന്താകും എന്താണിങ്ങനെ എനിക്കെന്തുകൊണ്ടിത് നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേകി നിലവുകളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ധൈര്യമതേകി വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നഭയം രക്ഷാസങ്കേതം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട മുന്നിൽ ചെങ്കടൽ പിന്നിൽ ഫറവോൻ സൈന്യം എല്ലാം തകർന്നു ഇനി ജീവിതം വേണ്ട വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി വിചാരങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവനുള്ളിൽ ആശകളേകി വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി വഴി നടത്തി എത്ര അതിശയമാ നന്ദിയുണ്ടെന്നും നാഥാ നിൻ കൃപ മതി എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ നീ എന്നഭയം എന്നും രക്ഷാസങ്കേതം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം രോഗം മാറില്ല ലോകം നീതി എഴുതി ശോകം നിറഞ്ഞു മനം ഭീതിയിൽ
ഭീതിയിലായി. രോഗം മാറില്ല, ലോകം നീതി എഴുതി. ശോകം നിറഞ്ഞു മനം ഭീതിയിലായി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവൻ എന്നിൽ വിടുതൽ നൽകി. ആകുലങ്ങളെല്ലാം മുന്നമേ അവൻ അറിഞ്ഞവൻ എന്നിൽ വിടുതൽ നൽകി. വഴി നടത്തി എത്ര അതിശയമാ, നന്ദിയുണ്ടെന്നും നാഥ നിൻ കൃപ മതി. വഴി നടത്തി എത്ര അതിശയമാ, നന്ദിയുണ്ടെന്നും നാഥ നിൻ കൃപ മതി. എല്ലാം നന്മയ്ക്കായി നൽകും നല്ല നാഥനെ, നീ എന്നഭയം രക്ഷാസങ്കേതം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. നീയില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യം, നീയുണ്ടെങ്കിൽ എൻ്റെ ജീവിതം ധന്യം. ഇരുന്നൂറ്റിയേഴാമത്തെ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകളൊരുക്കിയവൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമാൻ. വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ, നടുവാനതിൽ ദൂതരുമാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ. തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. തിരുസന്നിധി ചേർത്തു തൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ. വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാം അവർ കന്തം വരുത്തിടുവാൻ. വന്നു ബന്ധിതരാ
ദൈവഹിതം പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാലെ സ്ഥാപിതമാക്കിടുവാൻ പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാലിലും സ്ഥാപിതമാക്കിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാടുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ കാലമെല്ലാം കഴിയും എന്നു കാൺമതെല്ലാം അഴിയും കാലമെല്ലാം കഴിയും എന്നു കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നിത്യതയിൽ മറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നിത്യതയിൽ മറയും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അന്നത്തെ കർത്താവിന് കർമ്മ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 40. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ഞാൻ എന്റെ നിലവിളി കേട്ടു. അവനെന്റെ വായിൽ പുതിയ പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അതുകൊണ്ട് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിക്കും. എന്റെ ദൈവമായ യഹോവേ, നീ ഏത് അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വലിയതാകുന്നു. എന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുന്നു, എന്നാൽ അവയിൽ ഇപ്പോൾ ആദരണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മുഖാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. യഹോവേ, നിന്റെ തന്നെ എനിക്ക് അടച്ചുകളയില്ല. നിന്റെ ദൈവസത്യത്തിൽ നിന്നെ നിത്യം പരിപാലിക്കും. യഹോവേ, എന്നെ വെടിവെപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിക്കാൻ വേഗം വരയണമേ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നു, തങ്ങളുടെ നാളെ നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു.
ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അതിനകത്തെ ചിന്തയ്ക്കായി യൂദായുടെ ലേഖനം 3-ാമത്തെ വാക്യം. യൂദ 3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിച്ചെഴുതേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇവിടെ യൂദ അപ്പോസ്തലൻ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി. ഒരിക്കലായിട്ട് വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്താണ്? ഒരിക്കൽ മാത്രം. ക്രിസ്തീയ ജീവിതത്തിൽ ഈ പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ല. ആ വാക്ക് വിധി പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് അഥവാ നമ്മൾ ഈ ക്രിസ്തീയ വിശ്വാസത്തോട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മൾ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മൾ സ്നേഹിച്ചു. അതാണ് നമുക്ക് വിശ്വാസം. ഒരിക്കലായിട്ട് തന്നു. ആ യേശുക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ഒരിക്കലായിട്ട് അർപ്പിച്ചു. അത് എബ്രായ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം അതിൻ്റെ 12 തൊട്ടുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. എബ്രായർ 10:12 ഏകയാഗം യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് ഏകയാഗം. അത് പ്രത്യേകം നമ്മൾ ഒരു യാഗമേ ഉള്ളൂ, യേശുക്രിസ്തു കൂടെ. അതിനോടുകൂടെ ക്രിസ്തുവിനെ സഹായിക്കാൻ ആർക്കും ദൈവത്തിന് അതിൻ്റെ ആവശ്യമില്ല. അത് അങ്ങനെ സഹായിക്കാൻ കഴിയത്തുമില്ല. ഈ പല ഉപദേശങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ വിശ്വാസത്തോട് വേറെ ഒന്നും കൂട്ടിച്ചേർക്കാൻ ഒരു വിശ്വാസം ആ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ബാക്കി പറയുകയാണ്, യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാതയുടെ മാർഗോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷി നൽകുന്നു. ഇത് ഏകയാഗമെന്ന് പ്രത്യേകം പറയും. ഒരു വാക്യത്തിൽ മാത്രമല്ല, പല വാക്യത്തിലും ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ് ദൈവജനം പറയുന്നത്. ക്രിസ്തുവിൽ കൂടെയുള്ള ആ രക്ഷയെക്കുറിച്ച്. അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാൻ നമുക്ക് പാടില്ല. ആ ഏക രക്ഷയെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ യൂദായുടെ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയുകയാണ്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിക്കുന്നു. ഒരു പോരാടണം. എന്തിനു വേണ്ടിയാണ്? ഈ ഏക വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പോരാടുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്നത് പോലെ ആ വിശ്വാസത്തിനെതിരായി വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പോരാടണം. ഒരു രാജ്യത്തിന് വേണ്ടി അതിൻ്റെ ശത്രുക്കൾ വരുമ്പോൾ പോരാടുന്ന സൈനികരെ പോലെ നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തോട് കൂട്ടിച്ചേർന്ന് അതിനെ വിശ്വാസത്തെ തള്ളിക്കളയത്തക്ക വിധം അതിനെ ദുർബലമാക്കുമ്പോൾ നമ്മൾ പോരാടണം. എങ്ങനെ പോരാടണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രബോധിപ്പിച്ചും കൊണ്ട്. എങ്ങനെ? ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തെക്കുറിച്ച്, ക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള രക്ഷയെക്കുറിച്ച് പ്രബോധിപ്പിച്ച് നമ്മൾ പോരാടണം. ഈ പോരാട്ടം ഉണ്ടാകുമ്പം നമുക്ക് തീർച്ചയായിട്ടും പോരാടുമ്പോൾ അതിന് തിരിച്ച് നമുക്ക് അതിനുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകും. നമ്മൾ ഇതിനോട് എതിര് പറയുമ്പോൾ നമ്മൾ കുറ്റപ്പെടുകയും ഒക്കെ ചെയ്യും. പക്ഷെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ മദ്യപിച്ചോ അല്ലെങ്കിൽ മോശമായ രീതിയിൽ നടക്കുന്ന ഒരാളെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. കാരണം അവരെക്കുറിച്ച് സഭയ്ക്ക് ഭാരമില്ല. പക്ഷേ ദൈവജനത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൽ കൂടെ മാത്രമുള്ള രക്ഷയെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ നമ്മളോട് എതിരിടാനും അല്ലെങ്കിൽ നമ്മളെ ശകാരിക്കാനും അല്ലെങ്കിൽ നമ്മളോട് അങ്ങനെയല്ല പല രീതിയിലുള്ള വാക്യങ്ങൾ കൂടെ നമ്മളോട് എതിർക്കാൻ ഒക്കെ ഇടയായിരിക്കും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പലരും ദുരുപദേശകരായി മാറുന്നതിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏക വിശ്വാസമുള്ളവരായിരുന്നു ആ വിശ്വാസത്തിൽ എതിരായി വരുന്ന കാര്യങ്ങളോട് നമ്മൾ പോരാടി വിശ്വാസത്തിൽ അതിനുവേണ്ടി ഒരു പ്രയത്നം ചെയ്യണം. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആദ്യം പറയുന്നു, നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി വരമേൽപ്പിക്കുന്ന വിശ്വാസത്തിൽ പോരാടേണ്ടെന്ന് പ്രബോധിച്ചിരുന്നു. ഈ പ്രബോധത്തിന് വേണ്ടി നമ്മളൊരു ഒരു പ്രയത്നം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായ ആവശ്യകതയുണ്ട്. ഇതേ സമയത്തും നമ്മളിങ്ങനെ പ്രയത്നം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്ക് ഹേതുവായി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. ഈ ചില ആൾക്കാർ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. എവിടെ വന്നിരിക്കുന്നു? നമ്മുടെ സഭകളിൽ വന്നിരിക്കുന്നു. നുഴഞ്ഞു വന്നിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ ആ അധ്യായം
യൂദയുടെ ലേഖനത്തിൽ തന്നെ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളും പ്രിയരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകൾ ഓർക്കുവിൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങൾ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതർ, ആത്മാവില്ലാത്തവർ. ഇങ്ങനെ ദുരുപദേശക്കാർ നമ്മുടെ ഇടയിൽ, അത് വെളിയിലല്ല, നമ്മുടെ ഇടയിലുണ്ട്. അതായത് ക്രിസ്തീയ സഭയിൽ, ക്രിസ്തീയ ഗോളത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൻ്റെ നടുവിലുണ്ട് എന്നാണ് ദൈവജനം നമ്മൾ ഓർമ്മിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തികൾ അതിൻ്റെ 15-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞങ്ങൾ കൽപ്പന കൊടുക്കാത്ത ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടിട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങൾ കലക്കിക്കളയുന്നുവെന്ന് കേൾക്കുന്നു. അല്ലെ, അത് നമ്മുടെ ചില വാക്കുകളാൽ നമ്മളെ ഭ്രമിപ്പിക്കുകയാണ്. ചിലർ ഞങ്ങൾ കൽപ്പന കൊടുക്കാത്ത ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ഭ്രമിപ്പിക്കുന്നു. ചില വാക്കുകളൊക്കെ നമ്മളെ ഭയപ്പെടുന്നു. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ്, അങ്ങനെ ചെയ്ത് നമ്മളെ പേടിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അല്ല സഭയുടെ നടുവിൽ. അങ്ങനെയുള്ള ദുരുപദേശക്കാരുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തി 20-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നാക്കൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുമെന്നും ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്നവരായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന്, നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നടുവിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും? അവർ ഭ്രമിപ്പിക്കുന്നവരായി, വാക്കിനാൽ അവരെ ഭ്രമിപ്പിച്ച് അവരുടെ പിന്നാലെ വലിച്ചു കളയുന്ന ദുരുപദേശകരായി അവരെ തെറ്റിദ്ധരിപ്പിച്ച് ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് മാറ്റി അവരുടെ നിലയ്ക്ക് നിൽക്കുന്ന, അവർ പറഞ്ഞ് അനുസരിക്കുന്ന ഒരു കൂട്ടത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകണേ. അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുകയും ആ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് തെളിവായിട്ട് യൂദ പറയുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യം തൊട്ട് പറയും, നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നെ നശിപ്പിച്ചു. ഇതൊരു 3 കാര്യങ്ങൾ, ഒരു സംഭവങ്ങളെ കുറിച്ച് യൂദ പറയുകയാണ്. ഒന്ന്, മിസ്രൈം ജനങ്ങൾ അവിടുന്ന് പുറപ്പെട്ടിട്ടും കനാൻ ദേശത്ത് ചെന്നില്ല. എന്തുകൊണ്ടാണ്? അവർ വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ ചെന്ന് അവരെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടുന്ന് പുറപ്പെട്ടും അവർ 2 പേരാണ് അവിടെ അങ്ങേറ്റത്ത് എത്തിപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തമായിട്ട് അത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത വാക്യം പറയുകയാണ്, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ട് ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി തന്നെ എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിശാചിനെ കുറിച്ചും അവന്റെ സൈന്യത്തെക്കാൾ ദൂതന്മാരെ കുറിച്ചും പറയാം. അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് ദൈവമെന്ന് ദൈവജനത്തിൽ കൂടെ യൂദ നമ്മൾ ഓർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയുകയാണ്, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജടം മോചി നടന്നതിനാൽ വിക്താജ്ഞരുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഈ തെളിവുകൾ, 3 തെളിവുകൾ നമ്മുടെ മുമ്പായി വെച്ചിട്ട് പറയണം, തെളിവായി കിടക്കുവാണ്. ദൈവസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിലുള്ള വിശ്വാസം അകന്നു പോകുമ്പോൾ നമുക്ക് ആ ജനത്തിന് വരുന്ന ശിക്ഷാവിധി നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുകയാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞവരാണ്, ക്രിസ്തുവിലുള്ള ഏകവിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്. എന്നിട്ടും നമ്മൾ തെറ്റിപ്പോയാൽ നമുക്കുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് ദൈവജനത്തിൽ കൂടെ കണ്ട യൂദ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കലായി ബലമേൽപ്പിച്ചിരുന്ന വിശ്വാസം മുറുകെ പിടിച്ചും ആ വിശ്വാസമായ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് പ്രബോധിച്ച് പോരാടുവാൻ സകല പ്രയത്നവും ചെയ്യുമ്പോൾ നാം ദുരുപദേശത്തിൽ നിന്ന് അകന്നു ജീവിക്കാൻ ഇടയാകും. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഒരു ഭാഗ്യമുണ്ട്. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നു. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന വളരെ വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഈ കർത്താവിന് വേണ്ടി മുറുകെ പിടിക്കുകയും കർത്താവിനെ കുറിച്ച് ഏകവിശ്വാസം, ഏകരക്ഷയായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പ്രബോധിപ്പിക്കുകയും അതിനായി വളരെ പ്രയത്നം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. ഈ വലിയൊരു വിശ്വാസം, ഈ പ്രത്യാശ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന, കൊതിയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, ആ പ്രയത്നത്തിൽ കൂടെ കർത്താവ് നമുക്ക് തരും. അതുപോലെ 2ാമതായി നമുക്കുണ്ടാകുന്ന അനുഭവം, അതിൻ്റെ ബാക്കി പറയുന്നു, കാത്തിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുകയും
ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനിടയാവും. ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നിരന്തരം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ആ സ്നേഹത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ തീരും. അത് വലിയൊരു അനുഭവമാണ്. ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ഒരു കുടുംബത്തിലാണെങ്കിൽ തന്നെ എല്ലാവരും രക്ഷപ്പെടുന്നത്, വിശ്വസിക്കുന്നവരാണ് രക്ഷപ്പെടുന്നത്. മാതാപിതാക്കൾ വിശ്വസിച്ചുകൊണ്ട് മക്കൾ രക്ഷപ്പെടുന്നില്ല. മക്കൾ വിശ്വസിച്ചുകൊണ്ട് മാതാപിതാക്കളും അല്ലെങ്കിൽ ബന്ധുജനങ്ങളും ആരും രക്ഷപ്പെടുന്നില്ല. നമ്മുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഏത് വിശ്വാസം? ക്രിസ്തുവിലുള്ള ഏക വിശ്വാസം. അതിനോട് ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. കാരണം പലരും കൂട്ടിച്ചേർന്ന് നമ്മുടെ അടുക്കൽ വരുന്നുവെന്ന് ദൈവജനം നമ്മളെ വ്യക്തമായി ഓർപ്പിക്കുന്നു. പല വിശ്വാസങ്ങൾ, അത് എങ്ങനെയാണ് പലരും വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്? പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ വ്യക്തിപരമായി തന്നെ നമ്മളത് ബോധ്യപ്പെടുത്തും. അതുപോലെ പ്രസംഗങ്ങൾ കൂടെ ബോധ്യപ്പെടുത്തും. അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവാത്മാവ് നമ്മളെ വ്യക്തമായി ബോധ്യപ്പെടുത്തും. അങ്ങനെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്നുള്ള വലിയ പ്രത്യാശയും ക്രിസ്തുവിനെ കാണാനുള്ള ആ വലിയ കൊതി നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ദൈവസ്നേഹത്തിൽ നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. സാന്നിധ്യശി കടന്നു വന്ന് പ്രാർത്ഥിക്കാം. ഈ സ്ക്രീൻ സാറിനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് കുഞ്ഞോളാൻ്റിക്ക് കാലുവേദനയാൽ ഭാരപ്പെട്ടാണ് വരാതിരുന്നതെന്ന് അനൂപ് പറഞ്ഞു. കുഞ്ഞോളാൻ്റിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനൂപിനും ജിനുവിനും ഒക്കെ തക്ക തുണയെ കൊടുത്ത് കർത്താവ് മാനിക്കാണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമേ യാചനമൽകമേ, യേശുവിൻ മൂലമേ യാചനമൽകുമൻ, ആശയിൽ കെഞ്ചിടുന്നേ. അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ, അല്ലാതെന്നിൽ ദേശവും നന്മയില്ലേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ചൂരപ്പാടിലെ ജോയിച്ചാനും വത്സമ്യാൻ്റിക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരീര അസ്വസ്ഥതകളോ വേദനകളൊക്കെ ആയിട്ടിരിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കും. വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്ത് കർത്താവെ, പല ദേശങ്ങളിലെ പല ഭവനങ്ങളിലായി കർത്താവെ, യേശുവിന്റെ പാതപീഠത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവർക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാരോ പരിസരേശ്വരന്റെ രക്തത്താൽ മുദ്രയിട്ട് അവിടുന്ന് കാത്തുകൊള്ളണമേ. ഒരു ദുഷ്ടനെടുക്കാതെ ശത്രുവോടാതെ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് മറച്ചു കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, ഇന്നത്തെ പൽക്കാലം കർത്താവ് നിങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ വിടിച്ച് ആ പാതപീഠത്തിൽ കൂട്ടി വരുത്തിയ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാടുവാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ അതിലേക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മൂന്നാവേറേശ്വരൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന കർത്താവ്, നടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഒരു ചെറിയ കൂട്ടമായി ഇത്രയും പേർ കർത്താവേ അങ്ങയുടെ പാതപീഠത്തിലായിരിക്കാൻ അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഒരു പ്രാവശ്യം കൂടി യേശുവിനെ ഒന്ന് ഉയർത്തുവാനും യേശുവിനെ കുറിച്ച് പഠിപ്പാനും ഒക്കെ അവിടുന്ന് നൽകുന്ന സാവകാശത്തിനായി ഇങ്ങോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ പാതപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ. എൻ്റെ നാഥ, അടിക്ക് തന്ന വലിയ കൃപയ്ക്കായി വിശുദ്ധമേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവ് വിളിച്ചു വേർതിരിച്ച് പൊടിഞ്ഞ ചേറ്റിനും പൊടിച്ചെളിയിലും കിടന്ന അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർക്കാൻ വലിയ കൃപയ്ക്കായി വിശുദ്ധമേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഓരോ ദിനോദ്യങ്ങളെ പൂജി പുലർത്തി കഴിഞ്ഞ് നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബമായ അങ്ങയുടെ പാതപീഠത്തിൽ അടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെയൊക്കെയും ചെറുതുമരുന്നുമായ ആവശ്യകാര്യങ്ങളിൽ അവിടുന്ന് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇന്നുവരെ അടിയങ്ങൾക്ക് വേണ്ടി നോക്കുകയോ താർന്ന അടിയങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അടിയങ്ങളിൽ നിന്ന് ചെറുതും നിരൂപിച്ചതിലൊക്കെ അതുപരമായ നന്മകളാൽ ഓരോന്നിനും അടിയങ്ങളെ കാത്തു പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കാൻ സ്തോത്രം ചെയ്യാൻ സാധാ കൊഞ്ചാനെ കുടുംബമായ പാതപീഠത്തിലടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മകനെ അവിടുന്ന് ബലപ്പെടുത്തി വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. അവനെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്യ കുഞ്ഞുങ്ങളെയും വിചാരങ്ങളെയും ശുദ്ധനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവ് രക്തക്കോട്ടയ്ക്കുള്ളിലോട്ടൊന്ന് മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടിയങ്ങളുടെ രോഗികളായ മക്കളെയൊക്കെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സാറിനായ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകന് കർത്താവേ അവിടുന്ന് കൊടുത്തിരിക്കുന്ന വിടുതലിനായി സൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. പൂർണ്ണമായ സൗഖ്യവും വിടുതലും കൊടുത്ത് അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളോട് കടന്നു വന്ന ആരാധനയും പങ്കു ചെയ്യുവാനുള്ള കൃപയോട് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അക്കരങ്ങളിലേക്ക് എൻ്റെ മകനെ താഴ്ത്തി ഏൽപ്പിക്കുന്ന നാഥ, കുഞ്ഞോളാലിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കാലിൻ്റെ വേദനയാൽ ഭാരപ്പെട്ടായിരിക്കുന്നുവല്ലോ. എൻ്റെ മകൾക്ക് കർത്താവ് പൂർണ്ണ വിടുതൽ സൗഖ്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ. ഔചിട്ടുള്ള കാൽവരീശ്വരൻ്റെ കരങ്ങളൊന്ന് തൊടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരം തൊടുമ്പോൾ അവിടുത്തെ അടിപ്പിണരാലുള്ള സൗഖ്യം കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. മകൾക്കും ശാരീരികമായ ക്ഷീണമൊക്കെ ഉണ്ടല്ലോ കർത്താവ്. അവിടുന്ന് മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അടിയങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് വിടുതൽ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എൻ്റെ യേശുവേ, അടിയങ്ങളുടെ കർത്താവേ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുജ്ഞായി പ്രാർത്ഥിക്കുന്നു നാഥ. കുഞ്ഞുങ്ങൾക്ക് തക്കതായ ഗുണങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ്, തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന കർത്താവ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിരാശപ്പെടുവാനിടയാകാതെ എൻ്റെ കർത്താവിൻ്റെ കരം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. സാധ്യങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്ന എൻ്റെ കർത്താവ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥാം. അല്പസമയം കൂടി അടിയങ്ങളെ ആ പാതപിടത്തിലിരിക്കുന്നു കർത്താവേ. അടുത്ത മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അത്ഭുത രഹസ്യങ്ങളെ അടിയങ്ങളെ എൻ്റെ മകനെ കൂടി അവിടുന്ന് വിവരിച്ചു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിനായി ക്രൂശിൻ്റെ മറവിലൊന്ന് മറച്ചു നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതൊക്കെ അടിയങ്ങളുടെ ഹൃദയത്തിൽ കർത്താവേ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വെറുതെ പോകുന്നവരായിട്ടല്ല കർത്താവേ. അനുഗ്രഹം പ്രാപിച്ച സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകാൻ തക്കോട്ടം അടിയങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കേൾക്കുന്ന വചനങ്ങൾ കർത്താവേ അടിയങ്ങളിൽ ക്രിസ്തുവിനുള്ള വിശ്വാസമായി പരിണമിച്ച് കർത്താവേ. അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മതാരി എൻ്റെ കുറവുകളോ ബലഹീനതകളോ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ സാധിക്കാനും മക്കളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരൊക്കെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ രക്തക്കോട്ടയ്ക്കുള്ളിലോ മറച്ചു കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓൺലൈൻ വഴിയായി ശ്രമിക്കുന്ന മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥ. അവരെ എൻ്റെ കർത്താവോട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ആ പരിശുദ്ധാത്മാവിൻ്റെ അടിയങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ കാലങ്ങളെ ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞു ശുദ്ധീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. എല്ലാ നന്മകളാലും കൃപകളാലും നിങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി നന്നായി മനുഷ്യന്റെ പാതപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് ഉത്തരമരുളണമേ സ്വാമി. യേശുവിൻ്റെ നാമം വിജയിക്കട്ടെ. ഒരു എളിയ സാക്ഷ്യം പറഞ്ഞിട്ട് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. എൻ്റെ ജോലി മേഖലയിൽ കഴിഞ്ഞ ആഴ്ച ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ച കാര്യം ഇവിടെ പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ മോൻസാനോട് പറഞ്ഞു എനിക്കൊരു സാക്ഷ്യം പറയണം. ഞാൻ വേദപുസ്തകം എടുത്തപ്പോൾ ഏത് വാക്യം പറയുമെന്നിങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ചാച്ചൻ കറക്റ്റായിട്ട് 40-ാമത്തെ അധ്യായം വായിച്ചത്. അത് എനിക്ക് വേണ്ടിയിട്ട് വായിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി. യേശു അവിടെ പ്രവർത്തിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്ന 5-ാമത്തെ വാക്യം, എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിൻ്റെ വിചാരങ്ങളും വളരെ വലുതാണ്.
അതേപോലെ തന്നെ 11-ാമത്തെ വാക്യം, യഹോവേ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല, നിന്റെ ദയവും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യത്തിനകത്തും യേശുവിന് വളരെയധികം പങ്കുണ്ട്. എല്ലാ കാര്യവും ചെറിയ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ പങ്കുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എൻ്റെ ജോലി മേഖലയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു. നേരത്തെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന മാനേജേഴ്സ് എല്ലാം നമ്മുടെ ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് പോവുകയും പുതിയതായിട്ട് വന്ന ആൾക്കാർ നമ്മളോട് വലിയ താല്പര്യമൊന്നും കാണിക്കാതെ ഇരുന്നു. പക്ഷേ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, മോൻചാൻ പറയുന്ന കാര്യത്തിനകത്തും യേശുവിൻ്റെ ബലം ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആൾക്കാരെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പം നീ ചെയ്യേണ്ട പ്രവർത്തികൾ ചെയ്യുക. അങ്ങനെ ഞാൻ ഏറെ വിശ്വസിച്ചു. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ജോലി മേഖലകളിൽ ചെയ്തു. പക്ഷേ അവസാനം മാർച്ച് ഒരു ഫിനാൻഷ്യൽ ഇയറാണ് ഞങ്ങളുടെ എല്ലാ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയാണ് ഞങ്ങൾക്ക് പ്രൊമോഷനും ബാക്കി കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ മേളിൽ നിന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടും കുത്തും വെട്ടും എല്ലാം ആ മേഖലയിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കില്ല. ഞാൻ ഉറച്ചു വിശ്വസിച്ചു, ദൈവം അവിടെ പ്രവർത്തിച്ചോളുമെന്ന് വിശ്വസിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് എൻ്റെ ബോസുമാരായിട്ടുള്ള രണ്ടുപേരും ഭയങ്കര ഉപദ്രവമായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു നിനക്ക് ഒരിക്കലും പ്രൊമോഷൻ കിട്ടാൻ പോകുന്നില്ല, ഒരിക്കലും ഞങ്ങൾ മുകളിലോട്ട് പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടൊന്നും തന്നെ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നതാണ്. പക്ഷെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 10:45 പ്രൊമോഷൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ആദ്യത്തെ പേര് എൻ്റേതായിരുന്നു. അപ്പം മനുഷ്യരൊന്നും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, യേശുവിന് എവിടെയും കയറി പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി ഉണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പം ഇവിടെ നിൽക്കുന്നത്. ജോലി മേഖലയിൽ ഉണ്ടായ ഒരു കൃപയാണ് ഞാൻ പറഞ്ഞത്. ആ കൃപ നിങ്ങൾ ഓരോരുത്തരോടും പറയണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. നമുക്ക് യേശുവിനെ ആരാധിക്കാനായിട്ട് 6-ാമത്തെ പാട്ട് പാടിക്കൊണ്ട് ആരാധനയ്ക്കായിട്ട് എല്ലാവർക്കും എഴുന്നേക്കാം. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടുവീൻ യേശുരാജാധിരാജാവിനെ. ഈ പാതകത്തിൽ സൃഷ്ടിതാക്കനവേ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതകത്തിൽ സൃഷ്ടിതാക്കനവേ എൻ്റെ ഉള്ളത്തിൽ വന്നതിനാ.
കനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ കണ്ടൽ തുടിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാ നിന്നുടെ വരവിനായി കണ്ടൽ തുടിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാദാ നിന്നുടെ വരവിനായി ആദികാശതകൾ ഏറും ദിനം കൂടി കാന്തവേ നന്ദി വന്നിടണേ ആദികാശതകൾ ഏറും ദിനം കൂടി കാന്തവേ നന്ദി വന്നിടണേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ ഈ പാതലത്തിൽ സൃഷ്ടികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതലത്തിൽ സൃഷ്ടികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടമേ യേശുരാജാവിരാജാവിനേ സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്നും സ്തുതിച്ചിടമേ യേശുരാജാവിരാജാവിനേ സ്തുതികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതലത്തിൽ സ്തുതികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതലത്തിൽ സ്തുതികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ ഈ പാതലത്തിൽ സ്തുതികാതനവേ നിന്റെ ഉള്ളത്തിൽ വന്നതിനാ ഹല്ലേലൂയ 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 എത്രത്തോളം ജയത്തുള്ള കർത്താവിനെ നമുക്ക് എല്ലാവർക്കും ആരാധിക്കാം ഹല്ലേലൂയ 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 ലിസാൻ്റെ കടന്നു പ്രാർത്ഥിക്കും.